ഹലോ, നമ്മൾ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 80 മീറ്റർ ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 1 മീറ്റർ മോർ ദാൻ ട്വൈസ് ദ വിഡ്ത്ത്. വാട്ട് ആർ ഇറ്റ്സ് ലെങ്ത് ആൻഡ് വിഡ്ത്ത്? നമുക്കറിയാം പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത് പ്ലസ് വിഡ്ത്ത് ആണല്ലോ. അതാണ് നമുക്കറിയാവുന്ന ഇക്വേഷൻ. നമ്മളോട് എന്താ ചോദിച്ചത്? പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് 80 മീറ്റർ. ഓക്കെ, നമുക്കപ്പോൾ പെരിമീറ്റർ എന്താണെന്ന് തന്നിട്ടുണ്ട്, 80 മീറ്റർ ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 1 മീറ്റർ മോർ ദാൻ ട്വൈസ് ദ വിഡ്ത്ത്. ലെങ്ത് എന്താണെന്ന് പറയുന്നത്? ലെങ്ത് ഈക്വൽ ടു, ലെങ്ത് എന്തോ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നുണ്ട്. ലെങ്ത് ഈസ് 1 മീറ്റർ മോർ ദാൻ ട്വൈസ് ദ വിഡ്ത്ത്. ട്വൈസ് ദ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു W ആണ്. ഓക്കെ, 1 മീറ്റർ മോർ ദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പ്ലസ് ആണ്. അപ്പോൾ 1 പ്ലസ് 2W, 1 മീറ്റർ മോർ ദാൻ ട്വൈസ് ദ വിഡ്ത്ത് ആണ് എന്ത് എന്നാണ് പറഞ്ഞത്? ലെങ്ത്ത്. അപ്പോൾ ലെങ്ത്തിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കാം. ലെങ്ത് ഈക്വൽ ടു 1 മീറ്റർ മോർ ദാൻ ട്വൈസ് ദ വിഡ്ത്ത്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 2 ഇൻറ്റു L പ്ലസ് W ഇസ് ഈക്വൽ ടു 80 എന്ന് പറഞ്ഞല്ലോ. അപ്പം L പ്ലസ് വിഡ്ത്ത്, ലെങ്ത് പ്ലസ് വിഡ്ത്ത് ഈക്വൽ ടു എത്രയാണ്? 80/2 ആണ് നമുക്കറിയാം. രണ്ടിനെ ഇങ്ങോട്ട് എടുത്താൽ 80/2 ഈക്വൽ ടു എന്താണ്? 40 ആണ്. അപ്പം L പ്ലസ് W ഈക്വൽ ടു 40 എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി നമ്മളിതാ ഇവിടുന്ന് തന്നത് വെച്ചിട്ട് ഉണ്ടാക്കിയില്ലേ, ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ വിഡ്ത്തിൻ്റെ ട്വൈസിനോട് ഒന്ന് കൂട്ടിയാലുള്ളതാണെന്നുള്ളത്. അത് നമുക്ക് എന്താക്കാം? രണ്ടാമത്തെ ഇക്വേഷനും ആക്കാം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിപ്പോൾ ഇവിടെ 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ടല്ലേ. നമ്മൾ എന്താണ്? ഇത് ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഓക്കെ, ഇനി നമുക്ക് ലെങ്ത് എന്താണ്? 1 പ്ലസ് 2W ആണ്. ഓക്കെ, നമ്മൾ ഈ ഇക്വേഷനിൽ നമുക്ക് എന്തുകൊണ്ട് കൊടുക്കാം? ലെങ്ത് എന്താണെന്നുള്ളത്, അതായത് 1നെ നമുക്ക് 2ൻ്റെ അകത്തേക്ക് കൊണ്ടിടാം. 1നെ നമ്മൾ 2ൻ്റെ അകത്തേക്ക് ഇടുകയാണേ. അപ്പോൾ 2നെ നമ്മൾ 1ൻ്റെ അകത്തേക്കാണ് ഇടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്താ? 1 പ്ലസ് 2W പ്ലസ് ഇവിടെ എന്താ ഉള്ളത്? വിഡ്ത്ത് ഈക്വൽ ടു എന്താണ്? ഈ ഇക്വേഷനിലാണ്. ഇതിനെ നമ്മൾ ഈ ഇക്വേഷനകത്തേക്ക് ഇടുന്നത് 40 ആണ് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 പ്ലസ് 3W ഈക്വൽ ടു 40 എന്ന് കിട്ടുമോ? കിട്ടും. 3W എത്രയാണെന്ന് കിട്ടും? 40. ഇവിടെ 1 ആണ്. ആ 1 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ആവും. അങ്ങനെയാണെങ്കിൽ 3W ഈക്വൽ ടു 40 -1. 3W ഈക്വൽ ടു 39. W ഈക്വൽ ടു 39/3. 13. വിഡ്ത്ത് 13 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എത്രയാണ്? ഓക്കെ, വിഡ്ത്ത് 13 ആണെന്ന് കിട്ടി. സോ ലെങ്ത്ത്, നമ്മുടെ ഇക്വേഷൻ എന്താ? ലെങ്ത്ത് പ്ലസ് വിഡ്ത്ത് 40 ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എത്രയായിരിക്കും? ലെങ്ത് പ്ലസ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 40. വിഡ്ത്ത് എത്രയാണ്? 13 ആണ്. അപ്പം ലെങ്ത് പ്ലസ് 13 ഇസ് ഈക്വൽ ടു 40. ലെങ്ത് ഇസ് ഈക്വൽ ടു 40 മൈനസ് 13. 40 മൈനസ് 13 എത്രയാണ്? 7. ഇവിടെ എന്തുണ്ടാവും? 3 ആവും. 27. ഓക്കെ, അപ്പം ലെങ്ത് ഈക്വൽ ടു 27, വിഡ്ത്ത് ഈക്വൽ ടു 13. ഫൈനൽ ആൻസറും കിട്ടി. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വെൻ എ 100 rupees നോട്ട് വാസ് ചേഞ്ച്ഡ് ടു 20 rupee ആൻഡ് 10 rupees നോട്ട്, 7 notes were got, how many of each? എന്താ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായത്? ഒരു 100 രൂപ നമ്മൾ ചില്ലറയാക്കിയപ്പം 20 രൂപയുടെയും 10 രൂപയുടെയും നോട്ടാണ് കിട്ടിയത്. ടോട്ടൽ എത്ര നോട്ടാണ് തന്നത്? 7 നോട്ട് നമുക്ക് കിട്ടി. 100 രൂപ അങ്ങോട്ട് കൊടുത്തപ്പോൾ 20 രൂപേൻ്റെയും 10 രൂപേൻ്റെയും നോട്ടാണ് നമുക്ക് തന്നത്. അത് എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അപ്പോൾ 20ൻ്റെ എത്ര എണ്ണം ഉണ്ട്? 10ൻ്റെ എത്ര എണ്ണം ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം 100 രൂപയുടെ ഒരു നോട്ടുണ്ട്. അത് 20ഉം 10ഉം ആയിട്ടാണ് നമ്മൾ ചില്ലറയാക്കിയത്. 20ൻ്റെയും 10ൻ്റെയും നോട്ടുകൾ ഈ 20ൻ്റെയും 10ൻ്റെയും നോട്ടുകളായിട്ടാണ് ചേഞ്ച് ചെയ്തത്. അങ്ങനെ അത് മൊത്തത്തിൽ 7 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എത്ര എണ്ണം, ഇതിൻ്റെ എത്ര എണ്ണം? 20ൻ്റെ നോട്ട് എത്ര ഉണ്ട്, 10ൻ്റെ നോട്ട് എത്ര ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പം 20ൻ്റെ നോട്ടുകളുടെ എണ്ണം എന്താവാം? എക്സ് ആക്കി എടുക്കുക. അപ്പോൾ 20 നോട്ടുകളുടെ എണ്ണം 20ൻ്റെ നോട്ടുകളുടെ എണ്ണം, നമ്പർ ഓഫ് 20 നോട്ട്സ്, എക്സും നമ്പർ ഓഫ്
എന്താണ് 10 നോട്ടുകളുടേത് വൈയുമാക്കിയെടുത്താൽ 20ൻ്റെ എത്ര എണ്ണം എക്സ് എണ്ണവും പിന്നെന്താണ് 10ൻ്റെ വൈ എണ്ണവും കൂടി ആണ് 100. അത് രണ്ടെണ്ണം കൂട്ടിയാൽ 100 കിട്ടണം. കാരണം നമ്മൾ ചില്ലറയാക്കിയതാണ്. അപ്പം 100ൽ കൂടുതൽ തരുമോ ഇല്ല, 100ൽ കുറവ് തരുമോ ഇല്ല, നമ്മൾ ചേഞ്ച് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ 20ൻ്റെ ഇത്ര നോട്ടുകളും 10ൻ്റെ ഇത്ര നോട്ടുകളും കൂട്ടിയാൽ 100 കിട്ടണം. അപ്പം ടോട്ടൽ എത്ര നോട്ടാണ് നമുക്ക് തന്നത്? 7 അപ്പം എണ്ണങ്ങൾ കൂട്ടിയാൽ എത്ര എണ്ണം കിട്ടണം? 7 എണ്ണമാണ് ടോട്ടൽ നോട്ട് കിട്ടിയത്. ഓക്കെ, 20ൻ്റെ ഇത്ര എണ്ണവും 10ൻ്റെ ഇത്ര എണ്ണവും, ആ എണ്ണങ്ങൾ എത്ര ടോട്ടൽ നോട്ട് എത്ര നമുക്ക് തന്നത്? 7 എണ്ണമാണ് തന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് 2ാമത്തെ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 1ഉം 2ഉം ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? 20x ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 10നെ പുറത്തെടുത്തൂടെ? 10 ഇവിടെ കോമൺ ആണ്, 20ലും ഉണ്ട് 10, 10ലും ഉണ്ട് 10. ഓക്കെ, എക്സ് പ്ലസ് 2x, ഇവിടുന്ന് 10 പോയാൽ 2 ഉണ്ടാവും, പ്ലസ് y ഈക്വൽ ടു 100. ഓക്കെ, 2x പ്ലസ് y is equal to 100/10. x പ്ലസ് y ഈക്വൽ ടു 10. ഓക്കെ, ഞാൻ ഇപ്പോൾ എന്താ ചെയ്തത്? ഇവിടുന്ന് 2 ഞാൻ പുറത്തെടുത്ത്, 2 ഇവിടുന്ന് പുറത്തെടുത്താൽ ഇവിടെ ഇനി 2 10 പുറത്തെടുത്തു. അപ്പം 10 ഇവിടുന്ന് പുറത്തെടുത്താൽ ഇവിടെ 2 ഉണ്ടാവുള്ളൂ, ഇവിടുന്ന് 10 പോയാൽ എന്താ 1 ഉണ്ടാവുള്ളൂ. സോ ഇവിടുന്ന് ഒന്നും ചെയ്തിട്ടില്ല. ഇനി അതിനെ ഞാൻ എന്ത് ചെയ്താൽ 10നെ എവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 2x പ്ലസ് y ഈക്വൽ ടു 10 കിട്ടി. ഓക്കെ, 2x പ്ലസ് y ഈക്വൽ ടു 10 കിട്ടി. നമുക്ക് x പ്ലസ് y ഈക്വൽ ടു 7 എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, അത് നമുക്കറിയാം. അറിയാമോ? 2x പ്ലസ് y ഈക്വൽ ടു 10 അറിയാം, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 7 ആണെന്നുള്ളതും അറിയാം. അങ്ങനെയാണെങ്കിൽ y എന്താണ്? 7 മൈനസ് എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോയി എക്സ് ആണ്. ഓക്കെ, അത് നമുക്ക് 3ാമത്തെ ഇക്വേഷനാക്കിയും എടുക്കാം. വേണ്ട, ഇത് 3ാമത്തെ ഇക്വേഷൻ, ഇത് 4ാമത്തെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ ഇവിടേക്ക് ഇടുകയാണ്. ഓക്കെ, 2x പ്ലസ് വൈൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് വയ്യാണ് കണ്ടുപിടിച്ചത്? 7 മൈനസ് എക്സ് ഈക്വൽ ടു 10 ആണ് കിട്ടി. അങ്ങനെയാകുമ്പം 4/3 ആണ് കൊടുത്തത്. 2x മൈനസ് എക്സ് പ്ലസ് 7 ഈക്വൽ ടു 10. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 7 ഈക്വൽ ടു 10, എക്സ് ഈക്വൽ ടു 10 മൈനസ് 7, എക്സ് ഈക്വൽ ടു 3. ഓക്കെ, എക്സ് 3 ആണ് കിട്ടി. ഇനി ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ടാൽ എക്സ് 3 എക്സ് പ്ലസ് വൈ 7 ആണെന്നറിയെങ്കിൽ എക്സ് 3 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? വൈ പ്ലസ് വൈ ഈക്വൽ ടു 7, വൈ എന്തായിരിക്കും? 4. ഓക്കെ, എക്സ് ഈക്വൽ ടു 3, വൈ ഈക്വൽ ടു 4. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. മനസ്സിലായല്ലോ? നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ വായിക്കാം. The price of a book is 4 rupees more than the price of a pen. The price of a pencil is 2 rupees less than the price of this pen. ഒരു ബുക്കിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ബുക്കിന് എത്ര രൂപയാണ്? 4 രൂപ കൂടുതലാണ്. ഒരു പെന്നിൻ്റെ പെന്നിൻ്റെ രൂപയുടെക്കാളും 4 രൂപ കൂടുതലാണ് എന്തിന്? ബുക്കിന്. ഓക്കെ, അപ്പോൾ ബുക്കിൻ്റെ പൈസേനെ ഞാൻ ബുക്ക് ബി ആക്കി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബുക്കിൻ്റെ പ്രൈസ് എത്രയാണ്? 4 റുപ്പീസ് കൂടുതലാണ് എന്തിനേക്കാളും? പ്രൈസ് ഓഫ് എ പെൻ. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഓഫ് പെന്നിനെ ഞാൻ പി ആക്കി. ഓക്കെ, ഇനി ദ പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ് 2 റുപ്പീസ് ലെസ് ദാൻ ദ പ്രൈസ് ഓഫ് ദിസ് പെൻ. പെൻസിലിൻ്റെ പൈസ ഈ പെന്നിനേക്കാൾ 2 രൂപ കുറവാണ്. അങ്ങനെയാണെങ്കിൽ പെൻസിലിന് ഞാൻ പി ഓൾറെഡി ഞാൻ എടുത്തു പോയി പെന്നിന്, അപ്പോൾ പെൻസിലിന് സി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പെൻസിലിൻ്റെ പൈസ ഈക്വൽ ടു എത്രയാണ്? പെന്നിൻ്റെ പൈസേനേക്കാൾ 2 രൂപ കുറവാണ്. ഓക്കെ, ഇനി ഒരു ആൾ എത്ര ബുക്കുകൾ വാങ്ങി? 5 ബുക്ക് വാങ്ങി, പ്ലസ് 2 പെന്ന് വാങ്ങി, പ്ലസ് 3 പെൻസിലും വാങ്ങി. ആൻഡ് എത്ര രൂപയാണ് കൊടുത്തത്? 54 രൂപ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിൻ്റെയും പൈസ എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താ പറഞ്ഞത്? ബുക്കിൻ്റെ പൈസ പെന്നിൻ്റെ പൈസേനേക്കാൾ 4 രൂപ കൂടുതലും, പെൻസിലിൻ്റെ പൈസ പെന്നിൻ്റെ പെൻസിലിനേക്കാൾ
പെന്നിൻ്റെ പൈസേനേക്കാൾ 2 രൂപ കുറവുമാണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് 54 രൂപയാണ് ആയതെങ്കിൽ എല്ലാത്തിൻ്റെയും പൈസ എത്രയാണ്? ഓക്കെ, അങ്ങനെയാകുമ്പം ഞാൻ എന്താ ചെയ്യാം? നമുക്ക് ഈ ഇക്വേഷനിൽ ബീൻ്റെ ടേം നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, അതിനകത്ത് എല്ലാം ഉണ്ട്. പെൻസില്, പെന്ന്, ബുക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ പി ഉള്ള 2 ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? എല്ലാം ഈ ബീനെയും സീനെയും ഒക്കെ പീൻ്റെ ടേമിൽ എഴുതാൻ പോവാണ്. അതായത് ഈ ഇക്വേഷൻ തന്നെ ഇതിൻ്റെ അകത്ത് ഇട്ട് നോക്കാൻ പോവാണ്. ഇപ്പം നമുക്ക് ഇങ്ങനെയല്ല തന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ, ഇപ്പോൾ പെന്നിൻ്റെ ടേമിലേക്ക് ബീൻ്റെ ടേമിലേക്ക്, അല്ലെങ്കിൽ ബീൻ്റെ ടേമിലേക്ക്, അല്ലെങ്കിൽ സീൻ്റെ ടേമിലേക്ക് എല്ലാത്തിനെയും മാറ്റിയിട്ട് ഇക്വേഷനിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എന്ത് തന്നതിലെല്ലാത്തിലും ബി ഉണ്ട്. സോ ഞാൻ ഈ ബി 5 ഇൻറ്റു ബി എത്രയാണ്? 4 + പി പ്ലസ് 2p, പെന്നിന് വേറൊന്നുമില്ല, പ്ലസ് 3 പെൻസിലിൻ്റെ പൈസ എത്രയാണ്? 2p - 2 ആണ്, ഈക്വൽ ടു 54. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 5 4s are 20, 5 p's are 5p പ്ലസ് 2p പ്ലസ് 3 ഇൻറ്റു പി 3p, 3 ഇൻറ്റു -2 -6. ഓക്കെ, ഈക്വൽ ടു 54. അങ്ങനെയാണെങ്കിൽ പികൾ എല്ലാവരെയും കൂട്ടാം. 5p + 2p + 3p, 5 3 8, 6 8 9 10p ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 20 ഉണ്ട്, പ്ലസ് -6 ഉണ്ട്. കറക്റ്റാണല്ലോ? അങ്ങനെയാണെങ്കിൽ 20 നിന്ന് 6 പോയാൽ എത്രയാണ്? 14. ഓക്കെ, അപ്പോൾ 10p + 14 ഈക്വൽ ടു 54. 10p ഈക്വൽ ടു 54 - 14 ഈക്വൽ ടു 10p ഈക്വൽ ടു എത്രയാണ്? 10p എന്ന് പറഞ്ഞാൽ 54 - 14 എത്രയാണ്? 0 4 40. p ഈക്വൽ ടു 40/4 ഈക്വൽ ടു 40/10 ഈക്വൽ ടു 4. അപ്പോൾ പെന്നിൻ്റെ പൈസ എത്രയാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ ബുക്കിൻ്റെ പൈസ എത്രയാണ്? 4 + 4. പെന്ന് 4 ആണ് കിട്ടിയല്ലോ. 4 + 4 = 8. ഇതോ 4 - 2 = 2. ഓക്കെ, 2 4 8 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്ക്വയർ കണ്ടെയ്നിങ് 4 numbers in a calendar is marked and sum of these numbers is 80. What are the numbers? ഒരു കലണ്ടർ ഉണ്ട്, അതിൻ്റെ അകത്ത് 4 നമ്പറുള്ള ഒരു സ്ക്വയർ, കലണ്ടറിൻ്റെ അകത്ത് നിന്ന് ഒരു സ്ക്വയർ എടുത്ത്, അപ്പം അതിൻ്റെ 4 നമ്പറുള്ള അതിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് പറയുന്നത്? 80 ആണ്. ഓക്കെ, ടോട്ടൽ 80 ആണ് സമ്മ്. അപ്പോൾ ഈ നമ്പറിനെ എക്സ് ആക്കി എടുത്താൽ അടുത്തുള്ള നമ്പർ എന്തായിരിക്കും? x + 1 ആയിരിക്കും. പിന്നെ ഒരു കലണ്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു കലണ്ടറിൽ ഒരു നമ്പർ മുകളിലുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തെ നമ്പർ കിട്ടണം, താഴത്തെ എത്രയായിരിക്കും ഡേറ്റ് എന്ന് കിട്ടണം നമ്മൾ എന്താ ചെയ്യുക? 7 അതിനോട് കൂട്ടിയാൽ മതി. പിന്നെ അതിൻ്റെ താഴത്തുള്ളതിന് കിട്ടാൻ അതിനോട് വീണ്ടും 7 കൂട്ടുക. ഓക്കെ, അപ്പം എക്സിൻ്റെ താഴെയുള്ളത് കിട്ടണമെങ്കിൽ നമ്മൾ x + 7 കൂട്ടണം. x + 1ൻ്റെ താഴെയുള്ളത് കിട്ടണമെങ്കിൽ x + 1 + 7. ഓക്കെ, അതെന്താ? x + 8 ആണല്ലോ. ഞാൻ ഇതൊക്കെ കൂടെ കൂട്ടി ഇക്വേഷൻ ഉണ്ടാക്കാം. x + 1 + x + 7 പ്ലസ് ഇതിന് ഞാൻ x + 1 + 7 എഴുതുന്നില്ല, x + 8 എന്നാണ് എഴുതുന്നത്, ഈക്വൽ ടു 80. എക്സുകളെല്ലാവരും നമുക്ക് കൂട്ടാം. 3x ഉണ്ട് അല്ലേ? 3x ഉള്ളൂ, 4x ഉണ്ട്. ഓക്കെ, 4x പ്ലസ് 1 7 8 എത്രയാണ്? 8 8 എത്രയാണ്? 16. 16 നമ്പേഴ്സും കൂട്ടി ഈക്വൽ ടു 80. അപ്പം 4x = 80 - 16 എത്രയാണ്? 80 - 16. 4 7 1 പോയാൽ 6. 4x = 64. x = എത്ര വരും? 64/4 എത്രയാണ്? 60/4/4 64 4. 1 4s are 4 24. 6 4s are 24 അല്ലേ? സോ x = 16. നമുക്ക് ആ പെട്ടി വരയ്ക്കാം. x 16 ആണെന്ന് കിട്ടിയാൽ x + 1 17, അതിനോട് 7 കൂട്ടണം. 16 17 18 19 20 21 22 23 23 ഇതെന്തായിരിക്കും? 24. അപ്പം ഇതാണ് കലണ്ടർ. നിങ്ങളൊന്ന് കലണ്ടർ പോയി നോക്കിയാൽ 16ൻ്റെ ടോട്ടൽ എന്തുണ്ടാവും? 23 ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും?
17 വീട്ടിൽ എന്തുണ്ടാവും? 24 ഉണ്ടാവും. ഓക്കെ, ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ അടുത്ത സെക്ഷനിലുള്ള ക്വസ്റ്റ്യനാണ്. എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ദ ഏജ് ഓഫ് അപ്പൂസ് മദർ ഈസ് നൗ 9 times ദാറ്റ് ഓഫ് അപ്പു. ഇപ്പം അപ്പൂൻ്റെ അമ്മേൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ അപ്പൂനേക്കാളും 9 തവണ കൂടുതലാണ്. ആഫ്റ്റർ 9 years, 9 വർഷം കഴിഞ്ഞതിന് ശേഷം, ഇറ്റ് വിൽ ബി 3 times അപ്പൂസ് ഏജ്. വാട്ട് ആർ ദെയർ ഏജ് നൗ? ഇപ്പം അപ്പൂൻ്റെ അമ്മേൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ അപ്പൂൻ്റെ വയസ്സിനേക്കാളും 9 പ്രാവശ്യമാണ്. ഇനി 9 years കഴിഞ്ഞാൽ അത് എത്ര തവണയാവും? 3 times ഓഫ് അപ്പൂസ് ഏജ് ആവും. അപ്പം ഇപ്പോഴത്തെ ഓരോണ്ടായും വയസ്സാണ് നമുക്ക് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ അമ്മേൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് നമുക്ക് പറയുന്നത്? ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പം അപ്പൂൻ്റെ അമ്മേൻ്റെ വയസ്സ് 9 times അപ്പൂൻ്റെ വയസ്സാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യമായിട്ട് എഴുതിയെടുക്കാം. ഇനി ആഫ്റ്റർ 9 years, 9 years കഴിഞ്ഞാൽ എന്താവും? എനിക്കിപ്പം ഒരു 20 years ആണെന്നുണ്ടെങ്കിൽ 9 years കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 20 ആണ് വയസ്സെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഞാൻ എക്സ് ആക്കി എടുത്ത് 20 എന്നുള്ളത്. ഇനി 9 years കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ എഴുതുക? എക്സ് പ്ലസ് 9, അതായത് 20 ആണെങ്കിൽ 20 + 9, 29 അല്ലേ ആവുക? അങ്ങനെയാണെങ്കിൽ അമ്മേൻ്റെ ഏജ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എം ആയിട്ടാണ്. അപ്പൂൻ്റെ ഏജ് എത്രയായിട്ടാണ് എടുത്തത്? എ ആയിട്ട്. നൗ ആണ് ഞാനിത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറഞ്ഞത് അമ്മേൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ അപ്പൂനേക്കാൾ 9 times ആണ്. ഇനി 9 years കഴിഞ്ഞാൽ അമ്മേൻ്റെ ഏജ് എത്രയാവും? എം പ്ലസ് 9 ആവും. അപ്പൂൻ്റെ ഏജ് എത്രയാവും? എ പ്ലസ് 9 ആവും. ഓക്കെ, 9 years കഴിഞ്ഞാൽ അവരുടെ ഏജ് ഇതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇക്വേഷൻ ഉണ്ടാക്കാൻ എന്താ പറഞ്ഞു തന്നേക്കുന്നത്? ആഫ്റ്റർ 9 years ഇറ്റ് വിൽ ബി 3 times അപ്പൂസ് ഏജ്. അങ്ങനെയാണെങ്കിൽ 9 years കഴിഞ്ഞാൽ അപ്പൂൻ്റെ അമ്മേൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ 3 times അപ്പൂൻ്റെ ഏജ്. അപ്പൂൻ്റെ ഏജ് എത്രയാണ്? അപ്പൂൻ്റെ ഏജ് ആയിരിക്കും അപ്പൂൻ്റെ ഏജ് എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. 9 years കഴിഞ്ഞാൽ അപ്പൂൻ്റെ ഏജ് എത്രയാണ്? 9 years കഴിഞ്ഞാൽ അപ്പൂൻ്റെ ഏജ് എത്രയാണ്? 3a + 9 അല്ലേ? അപ്പം അമ്മേൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ 3a + 9 ആണ്. അമ്മേൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? അമ്മേൻ്റെ ഏജും 9 yearsന് ശേഷം ഇങ്ങനെയല്ല എഴുതേണ്ടത്. 9 yearsന് ശേഷം ഇങ്ങനെയാണ്. ഓക്കെ, അമ്മേൻ്റെ ഏജ് 9 yearsന് ശേഷം എം പ്ലസ് 9 ആയി. അതെന്ന് പറഞ്ഞാൽ 3 times അപ്പൂൻ്റെ ഏജ് ആയിരിക്കും. അപ്പൂൻ്റെ ഏജ് 9 yearsന് ശേഷം ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എം എന്ന് പറയുന്നത് ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആക്കാം. ഇനി ഇതിൻ്റെ അകത്ത് എമ്മിൻ്റെ വാല്യൂ, അതായത് 9a, നമുക്ക് ഈ എം ഒഴിവാക്കണം. ഒരു വാല്യൂബിളെ ഒരു ഇക്വേഷനിൽ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എമ്മിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 9a കൊടുക്കാം. 9a + 9 = 3 × a + 9 അല്ലേ? അതെ, അപ്പം 9a + 9 = 3 × a, 3a + 3 × 9 എത്രയാണ്? 27. അങ്ങനെയാകുമ്പം ഞാൻ എന്നെല്ലാം ഒരു സൈഡിലേക്ക് ആക്കുക, ഈ നമ്പേഴ്സിനെല്ലാം മറ്റേ സൈഡിലേക്ക് ആക്കുക. അങ്ങനെയാണെങ്കിൽ 9a - 3a, 9a - 3a = 27 - 9. 9a - 3a എത്രയാണ്? 6a. 6a = 27 - 9 എന്ന് പറഞ്ഞാൽ 18 അല്ലേ? 18 അല്ലേ? യെസ്. അങ്ങനെ a എന്ന് പറഞ്ഞാൽ 18/6 എത്രയായിരിക്കും? 6 3s are 18. a 16 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ m = 9a ആണെങ്കിൽ m = 9 × 3 = 9 3s are 27. ഓക്കെ, അമ്മയുടെ ഏജ് 27, അപ്പൂൻ്റെ ഏജ് 3. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ആദ്യം നമ്മൾ അപ്പൂൻ്റെ ഏജും അമ്മേൻ്റെ ഏജും എമ്മും എയും ആക്കി എടുത്ത്. അങ്ങനെ ഞാൻ പറഞ്ഞത് അമ്മേൻ്റെ ഏജ് 9 times ആണ് അപ്പൂൻ്റെ ഏജ് എന്നാണ് പറഞ്ഞത്. 9 yearsന് ശേഷം അമ്മേൻ്റെ ഏജ് m + 9 ആണ്, അപ്പൂൻ്റെ ഏജ് a + 9 ആണ്. 9 കൂട്ടാണല്ലോ, 9 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്ന കണ്ടീഷൻ, അപ്പം 9 years കഴിഞ്ഞാൽ അമ്മേൻ്റെ ഏജ് 3 തവണ അപ്പൂൻ്റെ ഏജ് ആവും. അപ്പം 9 yearsന് ശേഷം അമ്മേൻ്റെ ഏജ് എന്താണ്? m + 9 ആണ്. അപ്പൂൻ്റെ ഏജ് എന്താണ്? 3 × a + 9 ആണ്. നമുക്ക് ഈ ഇക്വേഷൻ്റെ അകത്ത് ഇത് കൊണ്ടുവന്ന് ചേർത്ത് കൊടുത്താൽ ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? A class has the same number of girls and boys. On a day when 8 boys were absent, then the number of girls
and boys, number of girls was twice the number of boys. What was the number of girls and the number of boys? Okay, ഗേൾസിൻ്റെ എണ്ണം ബോയ്സിന് ഈക്വലാണ്. ആ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും എണ്ണം ഈക്വലാണ്. ഒരു ദിവസം വൺ ഡേ എത്ര ബോയ്സ് ആബ്സെൻ്റ് ആയി? 8 ബോയ്സ് ആബ്സെൻ്റ് ആയി. ബോയ്സിൻ്റെ എണ്ണം എത്രയായി? B-8 ആയി. ആ ദിവസം ഗേൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്വൈസ് ദ എണ്ണം ഓഫ് ബോയ്സ് ആണ്. ട്വൈസ് ദ എണ്ണം ഓഫ് ബോയ്സ്. അപ്പം ആ ദിവസത്തെ ഗേൾസിൻ്റെ എണ്ണം. ഇത് ഒന്നാമത്തെ ഇക്വേഷനും ഇത് രണ്ടാമത്തെ ഇക്വേഷനും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗേൾസിൻ്റെ എണ്ണം ബോയ്സിൻ്റെ എണ്ണം ഈക്വലാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ ഗേൾസിൻ്റെ എണ്ണം ബോയ്സിൻ്റെ എണ്ണം ഈക്വലാണ്. പക്ഷേ ഒരു ദിവസം ബോയ്സ് 8 ആൾക്കാർ ആബ്സെൻ്റ് ആയപ്പം ഗേൾസിൻ്റെ എണ്ണം 2 ഇൻറ്റു എന്തായി? ആ ബോയ്സിൻ്റെ എണ്ണമായി. അപ്പം നമുക്കറിയാം ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും ടോട്ടൽ എണ്ണം ഈക്വലാണ്. അപ്പം ഗേൾസിന് ഇപ്പം മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ ഗേൾസ് തന്നെയാണ് ഈ ബോയ്സിൻ്റെ എണ്ണത്തിന് നമുക്ക് ജീൻ്റെ സ്ഥലത്ത് ബി കൊടുക്കാം. കാരണം ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും എണ്ണം ഈക്വലാണ് തന്നിട്ടുണ്ട്. 2 ഇൻറ്റു B മൈനസ് 2 ഇൻറ്റു 8 16. ഓക്കെ, അപ്പോൾ ബീനെല്ലാം ഒരു സ്ഥലത്തേക്ക് ആക്കുകയാണെങ്കിൽ നമ്പറിനെ ഒരു സ്ഥലത്തേക്ക് ആക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 16ൻ്റെ മുന്നിലാണ് മൈനസ് ഉള്ളത്. അപ്പോൾ ഞാൻ 16നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. 16 ഈക്വൽ ടു, ഇതിപ്പോൾ മൈനസ് ഉള്ള 16 ഇവിടെ എത്തിയപ്പോൾ പോസിറ്റീവായി. 2B മൈനസ് B. അപ്പോൾ 16 ഇസ് ഈക്വൽ ടു B. അപ്പോൾ 16 ഈക്വൽ ടു B എന്ന് കിട്ടി. 16B ആണെന്നുണ്ടെങ്കിൽ ഗേൾസും എത്രയായിരിക്കും? 16 തന്നെയായിരിക്കും. ടോട്ടൽ എണ്ണം ബോയ്സും ഗേൾസും സെയിം ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a class of girls, വീണ്ടും ക്ലാസ്, and boys, 50% ഓഫ് ദ ചിൽഡ്രൻസ് ആർ ഗേൾസ്. 50% ഓഫ് ദ ചിൽഡ്രൻസ് എന്താണ്? ഗേൾസ് ആണ്. ഒരു ക്ലാസ് ഉണ്ട്, അവിടെ ഗേൾസും ബോയ്സും മിക്സ്ഡ് ക്ലാസ് ആണ്. 50% ഓഫ് ദ കുട്ടികളിൽ എന്താണ്? 50% ഗേൾസാണ്. അപ്പം ടോട്ടൽ ഗേൾസിൻ്റെ എണ്ണം G ആക്കി എടുക്കാം, ബോയ്സിൻ്റെ എണ്ണം B ആക്കി എടുക്കാം, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ക്ലാസ് C ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഗേൾസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 50% അല്ലേ? അപ്പോൾ 50% എന്ന് പറഞ്ഞാൽ എന്തും നമ്മൾ പെർസെൻറ്റേജ് വെച്ച് എഴുതിയാൽ 50/100 അങ്ങനെയാകുമ്പോഴാണ് പെർസെൻറ്റേജ് ആവുക. 50% ഓഫ് എന്താണ്? ചിൽഡ്രൻസ്. 50% ഓഫ് ചിൽഡ്രൻസ് ടോട്ടൽ സ്റ്റുഡൻസ്. അപ്പം ടോട്ടൽ സ്റ്റുഡൻസ് C ആണ്. അപ്പോൾ ഗേൾസിൻ്റെത് എന്ന് പറഞ്ഞാൽ ഗേൾസ് എന്താണ്? 50% ഓഫ് ദ ചിൽഡ്രൻസും ഗേൾസാണ്. ഇനി വെൻ 10 മോർ ഗേൾസ് വേർ അഡ്മിറ്റഡ് ടു ദ ക്ലാസ്. 10 കുട്ടികളും കൂടെ ക്ലാസ്സിലേക്ക് ചേർന്നു. അപ്പോൾ എത്രയായി? ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്തായി? C+10 ആയി. ഇപ്പം നമ്മുടെ ദെൻ ഗേൾസ് വേർ അഡ്മിറ്റഡ് ടു ദിസ് ക്ലാസ്. ദിസ് ബിക്കം 60%. ഇപ്പം നേരത്തെ 50% ഉള്ള ഗേൾസിൻ്റെ എണ്ണം എന്തായി മാറി? ഇപ്പം എത്രയായി? 60% ആയി. 60% എന്ന് പറഞ്ഞാൽ ഇത്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇപ്പോൾ എത്രയാണ്? C+10 ആണ്. ഓക്കെ, C+10. ഇനി ഹൗ മെനി ചിൽഡ്രൻസ് വേർ ഇൻ ദ ക്ലാസ് അറ്റ് ഫസ്റ്റ് ആദ്യം നമുക്ക് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ G എന്ന് പറഞ്ഞാൽ എന്താണ്? 10 കുട്ടികളും കൂടെ ആഡ് ചെയ്തപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു. അപ്പോൾ G+10 ഈക്വൽ ടു 60/100, അതായത് 60% ആയി. ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ 60% ആയി. ഇപ്പം ആ 10 പെൺകുട്ടികളെയും കൂടെ കൂടിയപ്പം 10 മോർ ഗേൾസും കൂടെ ആഡ് ആയിരിക്കും. ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ 60% ആയി. ഇപ്പം എത്രയാണ്? ഗേൾസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു G+10 ആയി. ടോട്ടൽ സ്റ്റുഡൻസ് എന്തായി? C+10 ആയി. അങ്ങനെയാകുമ്പോൾ അത് 60% ആയി. ഇവിടുത്തെ കണ്ടീഷൻസ് ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. ഓക്കെ, നമുക്ക് 2 ഇക്വേഷൻസും കൂടെ ഒന്ന് കൂട്ടി നോക്കാം. G എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ ജീനെ ഇവിടെ കൊണ്ടിടാം. 50/100 എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? 0.5. അതുമാതിരി 60/100 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.6 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതുന്നത്. ഓക്കെ, 0.5 C G കിട്ടി. ഇനി +10 ഈക്വൽ ടു 0.6 ഇൻറ്റു C+10. ഓക്കെ, ഇതൊക്കെ ഇക്വേഷനാണ്. നമുക്ക് ഈ 2 ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ പിന്നെ നമുക്ക് ഈസി ആയിട്ടത് കിട്ടും. ഓക്കെ, നമുക്ക് നമ്പേഴ്സിനെല്ലാം 0.6 C പ്ലസ് 0.6 ഇൻറ്റു 10 എത്രയാണ്? ഇൻറ്റു 10. 0.6 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ ഒരു 0 എങ്ങോട്ട് പോകും? പല പോയിൻ്റ് എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. അങ്ങനെയാകുമ്പോൾ 6 ആയി അല്ലേ? 6 ഈക്വൽ ടു 10 പ്ലസ് 0.5 C. സീനെല്ലാം ഒരു സൈഡിലേക്കും കൊണ്ടുപോകണം, നമ്പേഴ്സിനെല്ലാം മറ്റൊരു സൈഡിലേക്കും. അങ്ങനെയാണെങ്കിൽ 10 മൈനസ് 6 4 ഈക്വൽ ടു 0.6 C മൈനസ് 0.5 C. അതെന്താണ്? 4 ഈക്വൽ ടു 0.6 എന്ന് 0.5 മൈനസ് ചെയ്താൽ വെറും 1 ആണ്. അങ്ങനെയാണെങ്കിൽ
സി ഈസ് ഈക്വൽ ടു എന്താണ് നമുക്ക് കിട്ടിയത് 4 ആണെന്ന് കിട്ടി അല്ലേ. C4. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഹൗ മെനി ചിൽഡ്രൻസ് വർ ഇൻ ദ ക്ലാസ്. ഓക്കെ, ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ് 4 ആണെന്ന് കിട്ടി. സോറി, സംതിങ് 4 അല്ലല്ലോ, ഞാൻ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. സോറി, 4 സ്റ്റുഡൻസ് വരില്ലല്ലോ ഒരു ക്ലാസ്സിൽ. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ? ഇൻ എ ക്ലാസ് ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് 50% ഓഫ് ദ ചിൽഡ്രൻസ് ആർ ഗേൾസ്. ഒരു ക്ലാസ് ഉണ്ട്, ഗേൾസും ബോയ്സും മിക്സഡ് ക്ലാസ്സാണ്. അവിടെ 50% സ്റ്റുഡൻസും ഗേൾസാണ്. അങ്ങനെയാണെങ്കിൽ ഗേൾസും ബോയ്സും ഉള്ളൊരു ക്ലാസ്സാണ്. അവിടുത്തെ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? C ആണ്. ഓക്കെ, അവിടുത്തെ 50% ഓഫ് ഗേൾസ് ചിൽഡ്രൻസും ഗേൾസാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? ഗേൾസിൻ്റെ എണ്ണം എങ്ങനെ എഴുതണം? പെർസെൻറ്റേജ് പറഞ്ഞാൽ എന്താണ്? 50% പറഞ്ഞാൽ 50/100 ആണ്. ഓക്കെ, അപ്പം 50% സ്റ്റുഡൻസ് ഗേൾസാണ് എന്ന് വെച്ചാൽ ഗേൾസിൻ്റെ എണ്ണം ഇങ്ങനെ എഴുതണം. ഇനി എന്താണ്? ഒരു 10 more girls were admitted to the class. 10 പെൺകുട്ടികളും കൂടെ ക്ലാസ്സിലേക്ക് ചേർന്നു. അപ്പം ഈ 50% എന്നുള്ളത് 60% ആയി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ 10 സ്റ്റുഡൻസും കൂടെ കൂടി. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്തായി? C+10 ആയി. അപ്പോൾ ഗേൾസ് എന്തായി? G+10 ആയി. ഗേൾസ് 10 ആളും കൂടെ കൂടി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് C+10 ആയി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് എത്ര പെർസെൻറ്റേജ് ആയി എന്നാണ് പറയുന്നത്? 60 ആയി. 60% ആയി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? C+10. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ദെൻ നമുക്ക് ഇതെത്രയാണ്? ഈ 0 പോയി. 5/10 എന്ന് പറഞ്ഞാൽ 0.5 ആണ് അല്ലേ. അതുപോലെ തന്നെ ഇതും 0.6 ആണ്. ഇനി ഈ ജീനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1നെ 2ൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പം 0.5C + 10 = 0.6C + 0.6C പ്ലസ് ഇതെത്രയാവും? 0.6 ആവും അല്ലേ. അങ്ങനെയാകുമ്പോൾ 0.6 × C 0.6C പ്ലസ് 0.6 × 10 എത്രയായി? 6. 0.6 × 10 = 6 ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്പേഴ്സിനെ ഒരു സ്ഥലത്തേക്ക് മാക്കാം. ഈ വാരിയബിൾസ് ഉള്ളതിന് ഒരു സൈഡിലേക്കും. അങ്ങനെയാകുമ്പം 10 - 6 = 0.6C - 0.5C. 4 = 0.1C. C = 4/0.1. ഓക്കെ, 4/0.1. 0.1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10 ആണ്. ഓക്കെ, അപ്പോൾ 4/1/10. ഇതിനെ നേരെ മുകളിലേക്ക് ഇടുമ്പം 4 × 10 ആയി പോവും. ഓക്കെ, = 40. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 40 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 40 ആണ്. ഓക്കെ, ഈ പോയിൻറ്റിൻ്റെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ 2/1/10 എന്ന് വെച്ചാൽ എന്താണ്? 2 × 10/1 ആണ്. ഓക്കെ, അതല്ലെങ്കിൽ 3/4/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 5/4 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെന്ത് ക്വസ്റ്റ്യനാണ്? അനദർ പ്രോബ്ലം ഫ്രം ഫോക്ക് മാത്സ്. ഓക്കെ, കടങ്കഥയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. സം ലോട്ടസ് ഫ്ലവേഴ്സ് ഹാവ് ബ്ലൂംഡ് ഇൻ എ പോണ്ട്. കുറച്ച് താമരപ്പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഒരു കുളത്തിൽ. എ ഫോക്ക് ബേർഡ് സാറ്റ് ഓൺ ദ ഫ്ലവർ ടു റെസ്റ്റ്. ഒരു പക്ഷി അതിൻ്റെ മുകളിൽ വന്നിരുന്നു. ഫസ്റ്റ് 1 bird sat on each flower, but 1 bird didn't have a flower to sit. Then 2 birds sat on each flower, and then there was flowers extra. ഓക്കെ, എന്താ പറയുന്നത്? ഒരു കുളത്തിൽ അമ്പൽപ്പൂക്കൾ ഉണ്ടായി. ഓക്കെ, അപ്പം ആദ്യം ഒരു ബേർഡ് വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഒരു ബേർഡിനിരിക്കാൻ എന്തില്ല? താമരപ്പൂവില്ല. ഇനി അടുത്ത കേസിലായിട്ടാണെങ്കിൽ 2 ആൾക്കാർ വെച്ചിട്ട് ഓരോ പൂവിൻ്റെ അകത്തിരുന്ന്. അപ്പോഴാണെങ്കിൽ ഒരു താമരപ്പൂ എക്സ്ട്രായുമായി. ഇപ്പോൾ ഇവിടെ പൂ എക്സ്ട്രായുമായി. നേരത്തെ ആണെങ്കിൽ ഒരു
പക്ഷിക്ക് ഇരിക്കാൻ എന്ത് കിട്ടിയില്ല, താമര കിട്ടുകയും ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എന്തെന്ന് പറയുന്നത് പൂവിൻ്റെ നമ്പർ കിട്ടണം, ടോട്ടൽ നമ്പർ ഓഫ് എന്തും കിട്ടണം, പക്ഷീൻ്റെ നമ്പറും കിട്ടണം. ഓക്കെ, അപ്പം ഞാൻ എന്തെടുക്കുക, ലോട്ടസിൻ്റെ എണ്ണം എന്നാക്കിയിട്ടും ബേർഡിൻ്റെ എണ്ണം ബി ആക്കിയിട്ടും. ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ ആരാ ബാക്കി, ഫസ്റ്റത്തെ കേസിൻ്റെ അകത്ത് നമുക്ക് ലോട്ടസിൻ്റെ എണ്ണം ആക്കി എടുക്കാം. ബേർഡിൻ്റെ എണ്ണം എന്താണ്, ബേർഡിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ലോട്ടസിനേക്കാൾ ഒന്ന് കൂടുതലല്ലേ, ഇവിടെ ബേർഡിന് ലോട്ടസ് കിട്ടിയില്ലല്ലോ, അപ്പോൾ ബേർഡിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ലോട്ടസിനേക്കാൾ ഒന്ന് കൂടുതലാണ് രണ്ടാമത്തെ കേസ്. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താ, ലോട്ടസിൻ്റെ എണ്ണം എന്താണ്, ലോട്ടസിൻ്റെ എണ്ണം ഒന്ന് കൂടുതലാണല്ലേ. അപ്പം ലോട്ടസിൻ്റെ അകത്ത് എത്ര ബേർഡുകളാണ് ഇരുന്നത്, 2 ബേർഡുകൾ വീതമാണ് ഇരുന്നത്. അപ്പോൾ ബേർഡിൻ്റെ എണ്ണം 2 ബേർഡുകൾ വീതമാണ് ഇരുന്നത്. ഓക്കെ, അപ്പോൾ ലോട്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേർഡ്സിൻ്റെ എണ്ണം 2 ബേർഡ്സ് വീതമാണ് ഇരുന്നത്. അപ്പോൾ ബേർഡ്സിൻ്റെ എണ്ണം ബൈ 2 + 1 ആയി അല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് +1 ഒക്കെ. ആദ്യത്തെ കേസിൽ ഓരോ താമരയിലും ഓരോ പക്ഷി വന്നിരുന്നത്, അപ്പം ഒരു പക്ഷിക്ക് ഇരിക്കാൻ താമരയില്ല. രണ്ടാമത്തെ കേസിൽ 2 പക്ഷികൾ വീതമാണ് ഇരുന്നത്, അങ്ങനെ ആകുമ്പം ഒരു താമര എക്സ്ട്രായാണ്. ഓക്കെ, അപ്പോൾ ലോട്ടസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ബേർഡ്സിൻ്റെ എണ്ണം പ്ലസ് ബേർഡ്സിൻ്റെ എണ്ണത്തിനേക്കാൾ ഒന്ന് കൂടുതലാണ്, ബേർഡ്സിൻ്റെ എണ്ണത്തിനേക്കാൾ ഒന്ന് കൂടുതൽ. ബേർഡ്സിൻ്റെ എണ്ണം എങ്ങനെയാണ് കൂട്ടുക, ടോട്ടൽ ബേർഡ്സ് പറഞ്ഞാൽ 2 ആൾക്കാർ വീതമാണ് ഇരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ 2 ഇട്ടത്. ഓക്കെ, ബൈ 2 ഇട്ടത്. ഓക്കെ ഓക്കെ ദെൻ നമുക്ക് ഈ ബേർഡ്സിൻ്റെ ഈ 1നെ 2ൻ്റെ അകത്തേക്ക് കൊണ്ടുവരാം. 1നെ 2ൻ്റെ അകത്തേക്ക് ഇടുമ്പോൾ എന്തായി, ബേർഡ്സ് L = L + 1/2 + 1. ഇതെങ്ങനെയാണ് ചെയ്യാം, 2 × 1. ഓക്കെ, L + 1 + 2 × 1 2 2 × 1. അടിയിൽ 1 ഉണ്ടെന്ന് വിചാരിക്കണം, ഒന്നുമില്ലെങ്കിലും. അപ്പോൾ 2 = L L + 3/2 = L. മുകളിലേക്ക് എഴുതുകയാണ്, L + 3/2 = L അല്ലേ. അങ്ങനെയാണെങ്കിൽ L + 3 = 2L. L = L. ഓക്കെ, 3 = 2L - L. അപ്പം L എന്താണ്, 3 ആണ്. L 3 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, ആൻസർ ഈസ് ഓവർ. ഇനി ബി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 3 + 1 4. ഓക്കെ.